10ാം ക്ലാസ്സിലെ ബയോളജി പുസ്തകത്തിലെ അതിനകത്ത് ഒരു രസകരമായ ഒരു കാര്യം, എയ്ഡ്സ് പകരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു 4 സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. 4 സർക്കിൾസ് എടുത്തിട്ട് അതിൻ്റെ യോഗം അല്ലേ, യോഗം എന്നൊക്കെയല്ലേ പറയുന്നത്. ആദ്യത്തെ സർക്കിളിൽ കൊടുത്തിരുന്നത് എയ്ഡ്സ് ബാധിതർ ഉപയോഗിച്ച സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ എയ്ഡ്സ് പടരാൻ സാധ്യതയുണ്ട്. ബോധവൽക്കരിക്കുകയാണ്, പിള്ളേരെയും സമൂഹത്തെയും എല്ലാം ബോധവൽക്കരിക്കുക. രണ്ടാമത്തത് ശരീരദ്രവങ്ങളിലൂടെ. മൂന്നാമത്തത് HIV ബാധിതയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്. ബാധിതയാണ്, അതാണ് ഗർഭസ്ഥ ശിശുവിലേക്ക്. അതിനകത്ത് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇനി നാലാമത്തെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് വിവാഹപൂർവ്വ വിവാഹേതര ലൈംഗിക ബന്ധത്തിലൂടെ. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം. എയ്ഡ്സ് ഉണ്ടാവാനുള്ള കാര്യമാണ് വിവാഹപൂർവ്വ വിവാഹ ഇതര എന്ന് വെച്ചാൽ വിവാഹ ബാഹ്യ ലൈംഗിക ബന്ധത്തിൽ. പക്ഷെ ഇതൊരു വൈറസാണ് ഇത് പടർത്തുന്നത്. അപ്പോൾ ഈ പടർത്തുന്ന വൈറസിന് ഇത് വിവാഹത്തിന് മുന്നേ ആണ് ചെയ്തതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതുകൊണ്ടാകാം ഒരു പക്ഷേ. ഇവിടെയുള്ള പുസ്തകമാണ്. ഈ പുസ്തകമൊക്കെ അടിച്ചുവിടുന്ന ആൾക്കാർ നമ്മുടെ വലിയ സാംസ്കാരികപരമായി ഞാൻ വെറുതെ ഒന്നും പറയാനൊന്നുമില്ല. സദാചാര പോലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക ലോകത്ത് വളരെ സമൃദ്ധമാണ്. എന്താണ് സദാചാരം എന്നവർക്ക് അറിയില്ല യഥാർത്ഥത്തിൽ. എന്താ ഈ സദാചാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യസന്ധത, ഒരാളെ സഹായിക്കാനായിട്ടുള്ള ഒരു മനോഭാവം, കൃപാപൂർവമായുള്ള പെരുമാറ്റം, മര്യാദ, ഇൻ്റഗ്രിറ്റി, ഇതിനെയൊക്കെ അല്ലേ നമ്മൾ നല്ല സ്വഭാവങ്ങളായിട്ട് വിലയിരുത്തുന്നത്. ഞാൻ പറയുന്നത് ഈ സദാചാരം എന്ന് പറയുന്നത് കേവലമായ ലൈംഗിക കാര്യമല്ല. ലൈംഗികരമായ അച്ചടക്കമുള്ള ഒരു വ്യക്തി ലോകത്ത് ഏറ്റവും, തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ, കൂതറയാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ലൈംഗികപരമായി ഭയങ്കര അച്ചടക്കമായിരിക്കും, ഒരുപാട് വസ്ത്രമൊക്കെ ധരിക്കുമായിരിക്കും, ചിലപ്പം വളരെ മോണോഗാമി പിന്തുടരുന്ന ആളായിരിക്കും. പക്ഷെ അയാൾക്ക് യാതൊരു വ്യക്തിഗുണവും ഉണ്ടാവണമെന്നില്ല. അയാളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു ശല്യമാകാനിടയുണ്ട്. അങ്ങനെ എത്രയോ പേരുണ്ട്. യഥാർത്ഥ സദാചാരം എന്ന് പറഞ്ഞാൽ അന്യനും തനിക്കും ദേശത്തിനും സമൂഹത്തിനും ഗുണകരമാകുന്ന സ്വഭാവ സവിശേഷതകളാണ്. അതാണ് സദാചാരം. അല്ലാതെ ഞാൻ ചിലൊക്കെ പറയണ്ടോ എന്നെ അതിനൊന്നും കിട്ടില്ല, ഞാൻ അത്തരക്കാരിയല്ല എന്നൊക്കെ പറയുന്നത്. ഇതാണോ ഏറ്റവും വലിയ കാര്യം? ഇതാണോ ഏറ്റവും വലിയ കാര്യം? ഒരു സമൂഹത്തിനും ഒരു വ്യക്തിക്കും മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങൾ ഈ ലൈംഗിക അച്ചടക്കം എന്ന് പറയുന്ന ഏക വസ്തുവാണോ? 100 പേര് ചുംബിക്കുന്നത് കാണാനായിട്ട് 5000 പേര് വൃക്ഷത്തലപ്പുകളിലും 4 നില കെട്ടിടങ്ങളുടെ മേളിലും ഒക്കെ നിന്ന് നോക്കി വെള്ളം ഇറക്കിയ ഒരു സമൂഹം എന്ന് പറയുന്നത് സോമാലിയ പോലും ഇത് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇത് സദാചാരം എന്ന് പറഞ്ഞാൽ കേവലമായി നിങ്ങൾ പറഞ്ഞ അഴിഞ്ഞാട്ടത്തിൻ്റെ ഒരു കേസല്ല. ഇത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റാണ്. ഈ സദാചാരത്തിൻ്റെ വാൾ എപ്പോഴും വീഴുന്ന ആർക്കെതിരെയാണെന്നറിയാം? അത് സ്ത്രീക്കെതിരെയാണ്. ഈ സദാചാരം എന്ന് പറയുന്ന ആശയം തന്നെ സ്ത്രീ വിരുദ്ധമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സ്ത്രീകളാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രൊമോട്ടേഴ്സ്. മനസ്സിലായല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. 19ാം നൂറ്റാണ്ടിൽ നിങ്ങൾ നഥാനിയൽ ഹാദോണിൻ്റെ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറഞ്ഞ നോവലുണ്ട്. ആ നോവൽ തുടങ്ങുന്നത് മസാച്യുസെറ്റ്സ്, ബോസ്റ്റൺ, അതാണ് അതിൻ്റെ സെറ്റിങ്സ്. ആ നോവൽ തുടങ്ങുമ്പോൾ ഒരു അവിവാഹിതയായിട്ടുള്ള സ്ത്രീ, എസ്റ്റർ പ്രിൻ എന്നാണ് പേര്, അവരുടെ കയ്യിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു കൊച്ചുകുട്ടി, 6 മാസം പ്രായമുള്ള കുട്ടി. അവരെ ആ നഗരം വിസ്തരിക്കുകയാണ്. നഗരത്തിന് അറിയേണ്ടത് ഇതാണ്, ആരാണ് അച്ഛൻ. പക്ഷെ ഇവർ പറയുന്നില്ല. അച്ഛൻ അവിടുത്തെ ലോക്കൽ അച്ഛനാണ്. പക്ഷേ ആ അച്ഛൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും കുഴപ്പമാണ്, തനിക്കും കുഴപ്പമാണെന്നുള്ളതുകൊണ്ട് ഇവരിത് പറയുന്നില്ല. ആളുകൾ ഇവരെ കളിയാക്കുന്നുണ്ട്, അപഹസിക്കുന്നുണ്ട്, ഒരുപാട് കാര്യം. അവസാനം ഒരു ശിക്ഷ വിധിക്കുകയാണ് ആ കോടതി, അവിടുത്തെ സദാചാര കോടതി. അതായത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരു വൈറ്റ് ഗൗൺ ഇട്ടുകൊണ്ട് ജീവിക്കും. വൈറ്റ് വസ്ത്രം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനകത്ത് ചുവന്ന വരെയുള്ള ഒരു സ്കാർലറ്റ് ലെറ്റർ എന്ന് വെച്ചാൽ ചുവന്ന അക്ഷരം എ എന്ന് പറയുന്ന ഒരു അക്ഷരം. എ എന്ന് പറഞ്ഞാൽ അഡൾട്രസ്, അഭിസാരിക. ഈ അഭിസാരിക എന്നുള്ള ലെറ്റർ വെച്ചുകൊണ്ടാണ് അവർ ജീവിതകാലം മുഴുവൻ പിന്നെ ജീവിക്കേണ്ടത്. പുറത്തിറങ്ങണമെങ്കിൽ, ചന്തയിൽ പോകണമെങ്കിൽ, സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിൽ, നടക്കാൻ പോകണമെങ്കിൽ എപ്പോഴും ഈ വസ്ത്രം ധരിച്ച് ജീവിതകാലം മുഴുവൻ അഭിസാരിക എന്നുള്ള അത് പേറി വേണം ഹെസ്റ്റർ പ്രിന്നിന് കഴിയാൻ. അത് വെറും കഥയല്ല, അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് 1.5 നൂറ്റാണ്ടിന് മുന്നേ. ഇന്ന് അമേരിക്ക എവിടെ നിൽക്കുന്നു? ബ്രിട്ടനിലെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഈ ഇതേ കണക്ക് മേശയ്ക്കൊന്നും അതിൻ്റെ കാലൊന്നും കാല് മറക്കാതെ ഒരു മേശ വെച്ച് കഴിഞ്ഞാൽ അന്ന് പോയി ചൂലെടുത്തോണ്ട് പ്രകടനം നടത്തും. കാര്യം ഈ കാലെന്നൊക്കെ പറഞ്ഞാൽ സെക്സി അല്ലേ. അത് മേശയുടെ ആയാലെന്താണ്? കാല് മൊത്തം മറക്കണം. ഞാൻ തമാശ പറയുന്ന കാര്യമല്ലത്. അതാണ് വിക്ടോറിയൻ മൊറാലിറ്റി. ആ വിക്ടോറിയൻ മൊറാലിറ്റിയാണ് ശരിക്കും നമ്മളിവിടെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിട്ടീഷുകാർ എവിടെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഇതേ കണക്ക് സദാചാര പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നിരങ്ങാത്ത സമൂഹങ്ങൾ
താരതമ്യേന ഈ രോഗത്തിൽ നിന്ന് മുക്തരാണ്. ബ്രിട്ടീഷുകാർ നിരങ്ങുന്നിടത്തെല്ലാം അവരത് കളഞ്ഞു. അതാണ് രസം. ബ്രിട്ടീഷുകാരത് കളഞ്ഞു, അമേരിക്കക്കാരത് കളഞ്ഞു. പക്ഷേ കൊണ്ട് വിതച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ വളക്കൂറായിട്ട് വരിക. ഇന്ത്യയുടെ സംസ്കാരമേ ഇതൊന്നുമല്ല. നമ്മൾ ഇതിനൊക്കെ നമ്മൾ ഇതിനല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ലൈംഗിക അച്ചടക്കം എന്ന് പറയുന്ന ഏക അജണ്ടയിലൂടെ അല്ല നമ്മുടെ സംസ്കാരം മുന്നോട്ട് പോയിട്ടുള്ളത്. അതൊക്കെ വ്യക്തിപരമായ കാര്യം. താല്പര്യമുള്ളവർക്ക് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് ചെയ്യാതിരിക്കാം. അതല്ല ഒരു സമൂഹത്തിന്റെ പ്രധാനമായിട്ട് മുന്നോട്ട് നയിക്കേണ്ട ഘടകം എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. വിവാഹപൂർവ്വ വിവാഹേതര ലൈംഗിക ബന്ധം. ഇവിടെ എന്താ പറയേണ്ടത്? യഥാർത്ഥത്തിൽ സുരക്ഷിതമായ ലൈംഗിക രീതികൾ അവലംബിക്കുക എന്ന് എഴുതേണ്ടതാണ് എഴുതിയിരിക്കുന്നത്. വിവാഹപൂർവ്വ വിവാഹം. എത്ര അശാസ്ത്രീയമാണത്. ഇതിന്റെ കരിക്കുലം കമ്മിറ്റിയിലും കാണും കുറച്ച് പുരോഗമന സാംസ്കാരിക നായകന്മാർ ഉണ്ടാവും. തീർച്ചയായും ആരും സാധാരണക്കാരനെയും കൂലിപ്പണിക്കാരനെയും വിളിച്ചായിരിക്കത്തില്ലല്ലോ പുസ്തകം ഇറക്കുന്നത്. പുസ്തകം ഇറക്കുന്ന കമ്മിറ്റിയിലൊക്കെ ഇതേ കണക്കുള്ള സർവം സഹായിട്ടുള്ള പണ്ഡിതന്മാരായിരിക്കും. ഇവരൊക്കെ അപ്രൂവ് ചെയ്ത് വിടുന്ന കാര്യമാണിത്.